കാരക്ക അഥവാ ഡേറ്റ്സ് ഒരു കുഞ്ഞു ഫ്രൂട്ടാണ്. പക്ഷേ പലർക്കും അത് കഴിക്കാൻ പേടിയാണ്. കാരണം നല്ല മധുരമാണ്, ഷുഗർ കൂടും, പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഹൃദയത്തിനെയും രക്തധമനികളെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് കാരക്കുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, കാരക്കയിൽ പൊട്ടാഷ്യം വളരെ കൂടുതലാണ്. ഒരു 3 കാരക്ക കഴിച്ചാൽ ഒരു നേന്ത്രപ്പഴം കഴിക്കുന്ന അത്ര പൊട്ടാഷ്യം നമുക്ക് കിട്ടും. അപ്പോൾ ഈ പൊട്ടാഷ്യം കൊണ്ട് നമുക്ക് എന്താ മെച്ചം? നമുക്കറിയാം, ഉപ്പ് കൂടിയാൽ BP കൂടും എന്ന് പറഞ്ഞ പോലെ പൊട്ടാഷ്യം കൂടിയാൽ പക്ഷേ BP നോർമൽ ആവാണ് ചെയ്യുക. അത് കാരണം ഹൃദ്രോഗത്തിന്റെയും സ്ട്രോക്കിന്റെയും സാധ്യത കുറയാണ്. രണ്ടാമതായിട്ട്, കാരക്കകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട്. 3 കാരക്ക കഴിക്കുകയാണെങ്കിൽ ഏകദേശം 5 ഗ്രാം ഫൈബർ കിട്ടും. ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട ഫൈബറിന്റെ 1/5 ഈ 3 കാരക്കയിൽ നിന്ന് തന്നെ കിട്ടും. കാരക്കയിലെ ഫൈബറിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് സോല്യൂബിൾ ഫൈബറാണ്. എന്ന് വെച്ചാൽ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒരു ജെല്ലി പോലെയാവും. എന്നിട്ട് കുടലിലൂടെ അത് നീങ്ങുമ്പോൾ ഒരു സ്പോഞ്ച് പോലെ പിത്തത്തിന് വടിച്ചെടുത്തുകൊണ്ടാണ് നീങ്ങുക. ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പിത്തം ഒഴിഞ്ഞു പോകുന്നത് കൊണ്ട് കൊളസ്ട്രോളിന്റെ അളവ് പതുക്കെ കുറയാണ്. മൂന്നാമതായിട്ട്, ഈന്തപ്പഴത്തിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പോളിഫിനോൾസ്, ഫ്ലാവനോയിഡ്സ്, കരോട്ടിനോയിഡ്സ്. എന്താണ് ഈ ആന്റി ഓക്സിഡൻസ്? നമുക്കറിയാം, കൊളസ്ട്രോൾ സ്വതവേ അപകടകാരിയല്ല. പക്ഷേ ഈ കൊളസ്ട്രോൾ ഓക്സിഡൈസ്ഡ് ആകുമ്പോഴാണ് അപകടം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ കാരക്കകത്തുള്ള ആന്റി ഓക്സിഡൻസ് കൊളസ്ട്രോളിനെ അപകടകരമായ അവസ്ഥയിൽ എത്തിക്കുന്നത് തടയാണ്. ഡ്രൈ ഫ്രൂട്ടുകൾക്കിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉള്ളത് ഡേറ്റ്സിലാണ്. നാലാമത്തത്, കാരക്കയിലുള്ള മഗ്നീഷ്യമാണ്. ഹൃദയത്തിലെ ഇലക്ട്രിസിറ്റിയുടെ ഒരു താളം നിലനിർത്താൻ മഗ്നീഷ്യം കൂടിയേ മതിയാവുള്ളൂ. മഗ്നീഷ്യം കുറയാണെങ്കിൽ അരിത്മിയ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ അസുഖങ്ങൾ സംഭവിക്കും. ഇനി നമ്മളെല്ലാവരും പേടിക്കുന്ന കാര്യം, കാരക്ക ഒരുപാട് മധുരമുള്ളതല്ലേ, അത് കാരണം ഷുഗർ കൂടുമോ? ശരിയാണ്, കാരക്കകത്ത് ഒരുപാട് മധുരമുണ്ട്. പക്ഷേ ഈ മധുരം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ മധുരമാണ്. എന്ന് വെച്ചാൽ ഇത് ശരീരത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന ഒരു മധുരമല്ല. വളരെ സമയമെടുത്തിട്ട് ശരീരത്തിനകത്ത് കയറുള്ളൂ. നമ്മൾ പഞ്ചസാരയും അരിഭക്ഷണം ഒന്നും കഴിക്കുന്ന പോലെയല്ല. മാത്രമല്ല, കാരക്കകത്തുള്ള ഈ മധുരത്തിന്റെ കൂടെ കാരക്കയിലെ ഫൈബർ ഉണ്ട്. അത് കാരണം ഷുഗറിന്റെ മധുരത്തിന്റെ ആഗിരണം വീണ്ടും കുറയാണ്. എന്ന് വെച്ചാൽ കാരക്ക കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിനുള്ള മധുരം കിട്ടും. എന്നാലോ മറ്റു മധുരങ്ങൾ പോലെ അപകടം ഉണ്ടാവണമെന്നില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉച്ചഭക്ഷണത്തിന് ശേഷമോ വൈകിട്ടോ ഉള്ള ഒരു സ്നാക്സിന് പകരമായിട്ട് 3 കാരക്ക കഴിക്കാം. അതല്ലെങ്കിൽ എക്സർസൈസിനോ ജിമ്മിനോ ഒക്കെ പോകുന്നതിന് മുമ്പോ അതിനുശേഷമോ കാരക്ക കഴിക്കുന്നത് മസിലുകളിലെ പൊട്ടാഷ്യത്തിനും മഗ്നീഷ്യത്തിനും ഒക്കെ സഹായിക്കും. അതുമല്ലെങ്കിൽ മധുരം കൂടിയേ മതിയാവൂ എന്നുള്ളവർക്ക്, അതുപോലെ തന്നെ ഐസ്ക്രീമിനും മധുരത്തിനും കൊതിയുള്ളവർക്ക് പകരം കാരക്ക കഴിക്കാം. മറ്റൊരു ഉപയോഗം, സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാരക്ക് പകരം ഡേറ്റ്സ് ഉപയോഗിച്ചിട്ട് ജ്യൂസ് അടിക്കാം.